നമുക്ക് ശീമച്ചക്ക കൊണ്ട് ഒരു കറി ചെയ്യാം. ഇപ്പം ശീമച്ചക്ക ഇതിപ്പോൾ ഒരു വലിയ ശീമച്ചക്കയാണ്. ഇപ്പം ഞാൻ ഇത്രയും എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി വെച്ച് ഞാനൊരു കറി ചെയ്യുവാണ്. ഇപ്പോൾ കറി ഞാൻ ഗ്രേവി പോലെയല്ല ചെയ്യുന്നത്, തിക്കായിട്ടുള്ളൊരു കറിയാണ് ചെയ്യുന്നത്. അതായത് ഇത് ശീമച്ചക്ക മസാലയൊക്കെ ചേർത്ത് ഒന്ന് ഉടച്ചെടുക്കുകയാണ്. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റുമായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലാതെ ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു കറിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ശീമച്ചക്ക ഞാൻ ഒരു കപ്പ് ഇതിൻ്റെ തോലെല്ലാം ചെത്തിക്കളഞ്ഞ ശേഷം ഇതിൻ്റെ അകത്ത് ഒരു കട്ടിയുള്ളൊരു ഭാഗമുണ്ട്, അതും കൂടെ നമ്മൾ മാറ്റണം. അത് മാറ്റിയ ശേഷം ഒരു കപ്പ് വെച്ച് മാത്രമേ ഞാനിത് ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞാൻ തൊലിയെല്ലാം മാറ്റി ശീമച്ചക്ക വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത് നോക്കാം. ഇപ്പം നമ്മളിങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ ഇതിനകത്ത് ഇതുപോലെ ഒരു കട്ടിയുള്ള ഭാഗമുണ്ട്. ഇത് നമ്മൾ അങ്ങ് മാറ്റണം. ഇതുപോലെ അരിഞ്ഞ ശേഷം നമുക്ക് ഈ ഭാഗം ഇതുപോലെ അങ്ങ് വെട്ടിക്കളയാം. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഭാഗം അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് ഇതുപോലെ നീളത്തിൽ മുറിച്ച ശേഷം ആ ഭാഗം നമുക്ക് വെട്ടിക്കളയാൻ എളുപ്പമായിരിക്കും. ഇതുപോലെ നമ്മൾ ആ കട്ടിയുള്ള ഭാഗം വെട്ടിക്കളഞ്ഞ ശേഷം നമുക്കിതുപോലെ ചെറുതായിട്ട് ഇത് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ ക്യൂബ്സ് ഇതുപോലെ ഇത്രയും വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി നമ്മൾ എടുക്കണം. കഷ്ണങ്ങളാക്കി എടുത്ത ശേഷം എങ്ങനെയാണ് കറി ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെല്ലാം ഞാനിനി കഷ്ണങ്ങളാക്കിയ ശേഷം കാണിച്ചു തരാം. ഇനി നമുക്ക് കറി ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ചെയ്യാം. ഇപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കണം. ഒരു 1/2 കപ്പ് തേങ്ങാക്കൊത്ത് വെച്ചിട്ടുണ്ട്. ഇത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. തേങ്ങാക്കൊത്ത് ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവണം, അതുവരെ നമുക്കൊന്ന് അത് മൂപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ചെറുതായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ചെറിയ ഒരു ബ്രൗൺ കളർ ആയാൽ മതി. ഇനി നമുക്കതിലേക്ക് കുറച്ച് സവാള, അതായത് ഇതിപ്പോൾ ഒരു വലിയ സൈസ് സവാള ഞാൻ അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും കൂടെ കീറിയതാണിത്. പച്ചമുളക് ചേർത്ത ശേഷം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള നന്നായിട്ട് ഒന്ന് വഴണ്ട് വരണം. ഇപ്പോൾ സവാളയൊക്കെ കുറച്ച് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, അത് നന്നായിട്ടൊന്ന് വാടിയാൽ മതി സവാള. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ശീമച്ചക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതൊരു വലിയ ശീമച്ചക്കയായിരുന്നു ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ എല്ലാം എടുത്തില്ല, അതിൻ്റെ കുറച്ച് 1 കപ്പ് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഇനി ഈ ശീമച്ചക്കയും കൂടെ ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ ഈ ഉള്ളിയുടെ കൂടെ ഈ ശീമച്ചക്കയും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ശീമച്ചക്ക എല്ലാം നന്നായിട്ട് എണ്ണയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കണം, ഒരു 1/2 ടീസ്പൂൺ. ഇത്രയും പൊടികളാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടികളെല്ലാം ആയിട്ട് ഞാൻ നന്നായിട്ട് ശീമച്ചക്ക എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ആ ശീമച്ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടും, ആവിയിൽ തന്നെ വേകും. അപ്പോൾ നമുക്കത് വേകാൻ വേണ്ടി കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ലൂസായി പോവും. അപ്പോൾ നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിക്കാം. പക്ഷേ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതിരിക്കാനായിട്ട്. ഇപ്പം തീ കുറച്ചിട്ടാലും അടുക്കി പിടിക്കത്തൊന്നും ഇല്ല, എന്നാലും നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ അടച്ച് വെച്ച് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് ശീമച്ചക്കയൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കുറച്ച് സമയമായി ഞാൻ അടച്ച് വെച്ചിട്ട്, ഇടയ്ക്ക് ഞാനൊരു 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. അപ്പോൾ ശീമച്ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോൾ നല്ല ഡ്രൈ ആയി തന്നെ ഇരിക്കുവാണ്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ശീമച്ചക്ക വെന്തോ എന്നറിയാൻ വേണ്ടി നമുക്ക് അത് ചെറുതായിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ച് നോക്കിയാൽ മതി. അത് പെട്ടെന്ന് ഉടയും. അതായത് നമ്മുടെ പൊട്ടറ്റോയൊക്കെ പോലെ തന്നെ പെട്ടെന്ന് വേകും. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ച് നോക്കിയാൽ മതി. കണ്ടോ, ശീമച്ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ശീമച്ചക്കയൊക്കെ കിട്ടുമെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങൾക്കിത് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് ഗ്രേവിയുടെ രൂപത്തിൽ വേണമെങ്കിൽ എടുക്കാം. അത് നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഒരു ചിക്കൻ കറിയൊക്കെ പുരട്ടിയെടുക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കറിയാണ്. ഇപ്പം ഡ്രൈ ആയിട്ടിരുന്നാലും നമുക്ക് കഴിക്കാൻ നല്ല ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.